പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് മാർച്ച് 7-ാം തീയതി ശനിയാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ 39-40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ ഓരോ കുടുംബത്തെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലെ നിന്റെ കയ്യിരിക്കുന്ന എല്ലാ വസ്തുക്കളുടെ പ്രമാണങ്ങൾ കയ്യിലുണ്ടെങ്കിൽ എടുക്കുക, സർട്ടിഫിക്കറ്റുകളുണ്ടെങ്കിൽ എടുക്കുക, എവിടെയെങ്കിലും കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ എടുക്കുക. ദൈവത്തിലെ നീ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നിന്റെ പാസ്പോർട്ടോ വിസയുടെ കോപ്പിയോ എയർ ടിക്കറ്റോ എന്താണ് നിന്റെ കയ്യിലുള്ളത്, ഇപ്പോൾ എടുക്കുക. ദൈവത്തിലെ എവിടെയെങ്കിലും കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് എടുക്കുക. കൃപാസനം മാതാവിനെ കാണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഞാനിപ്പോൾ നിന്നെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, സിൽ പോയിൻ്റ് കുറഞ്ഞതിൻ്റെ പേര് ജോലി കിട്ടാത്തവരുണ്ട്, ജപ്തിയാകാൻ പോകുന്നവരുണ്ട്. ആ പത്രങ്ങളെല്ലാം രേഖകളെല്ലാം
നിന്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കാൻ പോവുകയാണ്. കർത്താവ്, രേഖകൾ കയ്യിലില്ല, പക്ഷെ മനസ്സിൽ ആ രേഖ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പം എടുക്കാൻ പറ്റാത്ത ആ രേഖ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് വിഷമിക്കുന്നവരുണ്ട്. കർത്താവെ, ആ രേഖ എവിടെയാണ് ഇരിക്കണത്? അവിടെ നിന്റെ തിരുമുറിവാർന്ന് വലത് കരുത്താൻ ആ രേഖയെ സ്പർശിക്കണമേ. മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു. അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് അത് നിറവേറാൻ കർത്താവ് അനുവദിക്കട്ടെ. കർത്താവ്, ജോലി നഷ്ടപ്പെട്ടു പോരണവരെ, ഉപേക്ഷിച്ച് പോണവരെ, ആ രാജ്യത്ത് ജീവിക്കാൻ പറ്റാതെ പോണവരെ, പരീക്ഷയെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളെ, പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ മക്കൾ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങളത് മനസ്സിൽ ഓർക്കുക. പഠിക്കാൻ പറ്റാത്ത വിഷയങ്ങളുണ്ടെങ്കിൽ ലാപ്ടോപ്പ് എടുത്ത് കയ്യിൽ വെക്കുക. അച്ഛനാ ഈ നിമിഷം ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ നിൻ്റെ എല്ലാ ജീവിത തടസ്സങ്ങളെയും, നീ ആഴ്ച നേരിടാൻ പോകുന്ന മുഴുവൻ ദോഷങ്ങളെ ഈശോനാമത്തിൽ ബന്ധിക്കുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കുവാമേ. ഐസയ 53:4 അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്ത് വിഷയത്തിനാല് ഈ ക്രിസ്തുവിൻ്റെ മിശിഹ എന്ന രീതിയിൽ സഹനദാസൻ എന്ന ക്രിസ്തുവിൻ്റെ ദൗത്യ നിർവഹണത്തെക്കുറിച്ച് ഐസയ 700 കൊല്ലം മുമ്പ് നടത്തിയ ഒരു പ്രവചനമാണിത്. അവൻ വഹിച്ചത് കുരിശായ മുൾക്കിയുടെ മരത്തിലാൽ മുറിവായി അവൻ വഹിച്ചത് നമ്മുടെ പാപങ്ങളാണ്, നമ്മുടെ വേദനകളാണ്. പിന്നെ ദൈവത്തിലെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾക്ക് ഇപ്പം എനിക്കാണെങ്കിൽ എൻ്റെ സമയത്ത് ഓർക്കുകയെ ആൾക്കാർ എന്നെക്കുറിച്ച് എന്നാ ധരിക്കും, എന്താണ് എപ്പോഴും രോഗശാന്തി എന്നും പറഞ്ഞ ആൾക്കാരെ നിൽക്കുന്നുണ്ട്. എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും കുറേ പേര് അതിൽ അവരുടെ വിശ്വാസബോധം അനുസരിച്ചും ദൈവത്തിൻ്റെ ഇടപെടലനുസരിച്ചും ഒക്കെ സൗഖ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്, അത് സാക്ഷ്യം പറയുന്നുണ്ട്. പക്ഷേ എനിക്കാണെങ്കിൽ രോഗം ഒഴുതുങ്ങിയിട്ട് നേരമില്ല, ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടാണ്. അപ്പോൾ എൻ്റെ വിഷയം എന്ന് പറയുന്നത് അവൻ്റെ മുറിവിലാണ് നമ്മൾ സൗഖ്യപ്പെട്ടെന്ന് പറയത്തില്ലേ. അപ്പോൾ അവൻ്റെ മുറിവിൽ അതൊരു വചനമാണ്. യെശയ്യാ 53:5 അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. നമ്മൾ സൗഖ്യം പ്രാപിച്ചു. ഇത് തന്നെ ഇതിൽ നമ്മുടെ 1:10-2:24 1:10-2:24 നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. അതാണ് അപ്പം അവന്റെ മുറിവിലാണ് സൗഖ്യം. ഇപ്പം ഞാൻ ചില സമയത്ത് ഓർക്കും, എന്തുകൊണ്ടാണ് ഇപ്പം എനിക്ക് കിഡ്നി ഡിസീസ് ഉണ്ട്, ഒന്നില്ലെങ്കിൽ ഒരു കാലിലൊരു വ്രണം ഉണ്ടായിട്ട് ഇപ്പോൾ 1.5 മാസമായി, ഓർക്കണില്ല. രാത്രി ആകുമ്പോൾ കുളിരൊക്കെ ചെയ്യും. അപ്പം ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കണമെന്ന്. മരുന്ന് കഴിച്ചിട്ടും അതിൻ്റെ വലിയ ഗുണങ്ങളൊന്നുമില്ല. ആ വേദനയും രോഗവും നീർക്കെട്ടലൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ട് പോകും. അപ്പോൾ നിങ്ങൾക്ക് ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ല, ആൾക്കാർ നിന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും എപ്പോഴും പലതരത്തിലുള്ള ശരീരവേദനയും പനിയും ഉറക്കമില്ലായ്മയൊക്കെ വരും. ഇതിൻ്റെ വിഷയം എന്ന് പറയണത് പലപ്പോഴും ഈ വൂണ്ടഡ് ഹീലർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്, അതിൽ നിന്ന് എടുത്തതാണ്. എന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ പേയ്മെൻറ്റ് നടത്തണം. ക്രിസ്തുവിൻ്റെ എല്ലാ കാര്യം നമ്മളെ ആക്ച്വലായിട്ട് നമ്മൾ എന്താ സംഭവിക്കണത്, നമ്മളെ വിശ്വാസത്തിൽ മഹാരഹസ്യങ്ങൾ പ്രഖ്യാപിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അവൻ്റെ മരണം ഞങ്ങൾ വിശ്വസിച്ചു, മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു എന്നല്ലേ പറയണത്. നമ്മൾ കുർബാനയ്ക്ക് എത്രയോ പ്രാവശ്യമാണ് നമ്മൾ മരണം പ്രഖ്യാപിക്കണം, വരെ അറിഞ്ഞിട്ട് പറയണതാണ്. മരണം പ്രഖ്യാപിക്കണത് എങ്ങനെയാണ്? അവൻ്റെ മുറിവ് നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് അവൻ്റെ മരണം നമ്മുടെ ശരീരത്തിൽ പ്രഖ്യാപിക്കണത്. അത് ക്രിസ്ത്യാനി കറക്റ്റായിട്ട് മനസ്സിലാക്കണം ആ വിഷയം.
നമ്മൾ മുറിവ് സുഖപ്പെടുത്താനാണ് അവൻ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതല്ല വിഷയം. ഇനി ഒരു കുറച്ചുകൂടി മച്ചുവറായി കഴിയുമ്പോൾ, വിശ്വാസം മച്ചുവറായി കഴിയുമ്പോൾ വേറെ ഒരു തിരിച്ചു വരുന്നത് എന്താണ്? അവൻ്റെ മുറിവ് നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. അവൻ്റെ മരണം പ്രഖ്യാപിക്കുക എന്ന് പറയും. എന്താണ്? അവൻ എനിക്ക് വേണ്ടി മരിച്ചുവെന്ന് ഞാൻ പ്രഖ്യാപിക്കണേ. അപ്പോൾ ആ പ്രഖ്യാപിക്കുമ്പോൾ അവൻ ആ മരണം നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുക. 2:4 യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് അവിടുത്തെ മരണം ഞങ്ങൾ എല്ലായ്പ്പോഴും ശരീരത്തിൽ സംവഹിക്കുന്നു. ഈ പൗലോസ് അപ്പോസ്തലന് ഗ്യാസ്ട്രിക് അൾസർ ആയിരുന്നു, കുടലിൽ പുണ്ണായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ജീവിതമാർ പറയണത്. അപ്പം അതിനെക്കുറിച്ച് അദ്ദേഹം പറയണത് എന്താണ്? ഞാൻ അദ്ദേഹത്തിൻ്റെ ക്രിസ്തുവിൻ്റെ മരണം സംവഹിക്കുന്നുവെന്ന്. അതാണ് വിഷയം. പീഡാനുഭവ കാലത്ത് കുറച്ച് വിവരമുള്ള ക്രൈസ്തവരാകാൻ നോക്കണം നമ്മളെ. അല്ലാതെ കുരിശിൻ്റെ വഴിയിൽ നടത്തി പാട്ടും പാടി ഓരോരോ വിഷയം വരുമ്പോൾ കന്നേ കാളെന്ന് പറഞ്ഞ് നിരയും വിളിച്ച് മാതാവിനെപ്പോലെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിട്ട് കർത്താവിൻ്റെ മരണം ഞാൻ എൻ്റെ ശരീരത്തിൽ അവൻ്റെ ജീവൻ എന്നിൽ പ്രത്യക്ഷമാകാൻ വേണ്ടി അവൻ്റെ മരണത്തെ ഞങ്ങൾ സംവഹിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അപ്പോസ്തലിക പാരമ്പര്യം എന്ന് പറയണത്. നമ്മൾ അപ്പോസ്തലിക ചർച്ച എന്ന് സഭയെന്ന് പറയുമ്പോൾ അപ്പോസ്തലിക പാരമ്പര്യത്തിലുള്ള സഭയാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ദൈവം എനിക്കങ്ങനെ വന്ന് വരുത്തിയല്ലോ, ഞാൻ പ്രാർത്ഥിച്ചില്ലേ, എന്നിട്ടെനിക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ, എന്നിട്ട് എനിക്ക് അപകടം സംഭവിച്ചല്ലോ എന്ന് അങ്ങനെയൊന്നും പറഞ്ഞ് ഓരോ ദൈവത്തിനെ പ്രതികൂട്ടിലാക്കാൻ നോക്കരുത് ഒരിക്കലും. വേദപാഠം എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് പഠിച്ചത് മാത്രമല്ല, അത് ടെക്സ്റ്റ് ബുക്കുകളാണ്. ജീവിതമാണ് ജീവിത അനുഭവങ്ങളാണ് വേദപാഠം എന്ന് പറയുന്നത്. അതിൽ എല്ലാ കാലവും മാതാവിന് എല്ലാ അനുഭവങ്ങളും ഹൃദയത്തിൽ സംഗ്രഹിക്കാനുള്ളതാണെങ്കിലും നമുക്കും എല്ലാ അനുഭവങ്ങളും ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളെ ഏറ്റെടുത്ത് പ്രഘോഷിക്കാനും പ്രഖ്യാപിക്കാനും അതുവഴി ക്രിസ്തുവിൻ്റെ ജീവിതം നമ്മൾ പ്രകടമാകാൻ വേണ്ടി ദൈവത്തിൻ്റെ 10 ഭാഗമായിട്ട് സ്വീകരിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം.